ഹരിയേട്ടാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ജീവന് തുല്യം സ്നേഹിച്ചതോ? അതായിരുന്നോ ഹരിയേട്ടൻ എന്നിൽ കണ്ട തെറ്റ്? ഞാൻ എല്ലാം അറിഞ്ഞു. എന്നെ മറക്കാൻ പറ്റി അല്ലേ? ഈ കഴിഞ്ഞ 3 വർഷം മറക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഹരിയേട്ടൻ അത് കഴിഞ്ഞു എന്നു മാത്രമല്ല, പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാനും പറ്റി. സാരമില്ല ഹരിയേട്ടാ, എനിക്ക് ഒന്നിനും ഒരു സങ്കടവുമില്ല. ഹരിയേട്ടൻ സന്തോഷമായി ജീവിച്ചാൽ മതി. എന്തെല്ലാമോ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൾ ആ കോൾ ചാടിയെടുത്തു. ഹലോ ടീച്ചറേ, ഞാനാ ആകാശ്. എൻ്റെ മാഷേ, എന്തിനാ ഒരു മുഖവര? എനിക്ക് മനസ്സിലായി. എന്താണ് എന്ന് വെച്ചാൽ പറഞ്ഞോ. അതല്ല ടീച്ചറെ, ഒരുപാട് വട്ടം ആലോചിച്ചു എടുത്ത തീരുമാനമാണ്. അതിങ്ങനെ ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാകില്ല. എനിക്ക് ഒന്ന് നേരിട്ട് കാണണം. ടീച്ചർ എപ്പോഴാ ഫ്രീ ആകുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ എപ്പോഴും ഫ്രീ ആണ് മാഷേ. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഞാൻ അമ്പലത്തിൽ വരുന്ന വഴിക്ക് നമുക്ക് കാണാം. അയ്യോ, അത്ര രാവിലെ എനിക്ക് പറ്റില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ടീച്ചർ അമ്പലത്തിൽ പോയിക്കോ, എന്നിട്ട് തിരിച്ചു വരുന്ന വഴി കാണാം. എന്നാൽ അങ്ങനെയാകട്ടെ, നാളെ കാണാം. അതും പറഞ്ഞ് ദേവു ഫോൺ കട്ട് ചെയ്തപ്പോൾ ആകാശിൻ്റെ മനസ്സ് മുഴുവൻ ആശങ്കയായിരുന്നു. പറയാൻ പോകുന്ന കാര്യം ദേവു എങ്ങനെ ഉൾക്കൊള്ളുമെന്നോർത്ത്. രാവിലെ തന്നെ പതിവ് പോലെ ദേവു കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു. തിരിച്ചു വരുന്ന വഴിയിൽ തനിക്കായി കാത്തു നിൽക്കുന്ന ആകാശിനെ കണ്ടതും അവൾ അങ്ങോട്ട് ചെന്നു. എന്താ മാഷേ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? എങ്ങോട്ടൊന്നില്ലാതെ മീകൾ പായിച്ചു നിൽക്കുന്നവനോട് ഒരു മുഖവരയും ഇല്ലാതെ ദേവു ചോദിച്ചു. അവളുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞ് അവൾക്ക് അഭിമുഖമായി നിന്നു. ടീച്ചറെ, ഞാൻ പറയാൻ പോകുന്നത് ടീച്ചർ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ടീച്ചറിന് ഞാനൊന്നും നല്ലൊരു ഫ്രണ്ടാണ്. എന്താ മാഷേ, അന്ന് ടീച്ചർ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് കൂട്ടായിട്ട് ഒരാൾ വേണ്ടേ എന്ന്? ചോദിച്ചു. അപ്പോൾ മനസ്സിൽ ആരാ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അമ്മയോട് പറയട്ടെ എന്ന് പറഞ്ഞു. അതെ, എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്. അത് ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ ആഗ്രഹം തന്നെയാണ് അമ്മയുടെയും. ആ പെൺകുട്ടിയെ അമ്മയ്ക്ക് മരുമകളായി സ്വീകരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇനി വേണ്ടത് ആ പെൺകുട്ടിയുടെയും അവളുടെ വീട്ടുകാരുടെയും സമ്മതമാണ്. പിന്നീട് ആകാശ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അത്ഭുതത്തോടെയാണ് ദേവു കേട്ടു നിന്നത്. എന്താ ടീച്ചർ ഒന്നും പറയാത്തത്? അവൻ അത് ചോദിച്ചതും അവൾ ഞെട്ടലിൽ നിന്നും പുറത്തു വന്നു. മാഷിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാഷ് ടെൻഷൻ ആകണ്ട, എനിക്കൊരു എതിർപ്പുമില്ല. ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാഷേ, ഒരു കാര്യം ചെയ്യ്, നല്ലൊരു മുഹൂർത്തം നോക്കി അമ്മയും കൂട്ടി വീട്ടിലേക്ക് വാ പെണ്ണ് ചോദിക്കാൻ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അച്ഛനോടും അമ്മയോടും അവർക്ക് എതിർപ്പൊന്നും കാണില്ല. ഓ എൻ്റെ ടീച്ചറെ, ഇപ്പോഴാ എൻ്റെ ശ്വാസം നേരെ വീണത്. ഇത്രയും ദിവസം ഞാൻ ഉരുകുകയായിരുന്നു. ഇതെങ്ങനെ ടീച്ചറിനോട് വീട്ടുകാരോടും പറയുമെന്ന് ഓർത്ത്. അതിന് അവൾ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ കുറേയായി ഞാൻ ഒരു കാര്യം പറയണമെന്ന് ഓർക്കുന്നു. എന്നെ ഇങ്ങനെ ടീച്ചറെ എന്ന് വിളിക്കണ്ട. പിന്നെ ഞാൻ എന്ത് വിളിക്കും? ദേവു എന്നോ നന്ദനെ എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും വിളിക്കുന്ന പോലെ ഞാനും ദേവു എന്ന് വിളിക്കാം. പിന്നെ ദേവു എന്നെ മാഷേ എന്ന് വിളിക്കണ്ട. അതും ഞാൻ ആലോചിച്ച കാര്യമാണ്. എന്നേക്കാൾ 2 വയസ്സും മൂത്തതല്ലേ ആകാശ്? അപ്പം ഞാൻ ആകാശേട്ടാ എന്ന് വിളിക്കാം. അത് മതി. എന്നാൽ ശരി ആകാശേട്ടാ, ഞാൻ പോവുക. അതും പറഞ്ഞ് അവൾ പോയപ്പോൾ വലിയൊരു ഭാരമാണ് ആകാശിൻ്റെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോയത്. ദിവസങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോയി. ആകാശ് ദേവുവിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടു. ഇരു വീട്ടുകാർക്കും വിവാഹത്തിന് സമ്മതമായി. നിശ്ചയമില്ലാതെ കല്യാണം തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഹരി ഇപ്പോഴും നാട്ടിൽ തന്നെയുണ്ട്. കൂടെ മിത്രയുമുണ്ട്. ഹരി അവളെ ഉപേക്ഷിച്ചതിന് പിന്നെ ഹരിയുടെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും തമ്മിൽ വലിയ അടുപ്പത്തിലൊന്നുമല്ല. ദേവു ഹരിയുടെ വീട്ടിൽ പോയിട്ട് വർഷങ്ങളാകുന്നു. 2.5 വർഷത്തിനു ശേഷം ഇന്നവൾ ഹരിയുടെ തറവാട്ടിൽ കാലു കുത്തുകയാണ്. അമ്മായി, അമ്മായി,
ഉമ്മറത്ത് നിന്നും അവൾ അകത്തേക്ക് നീട്ടി വിളിച്ചു. അവളുടെ വിളി കേട്ടിട്ട് എന്നവണ്ണം നിർമ്മലയും തൊട്ടു പുറകിലായി മിത്രയും കൂടി ഇറങ്ങി വന്നു. മോളെ ദേവു, നീയോ? എത്ര കാലമായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? നീ വാ, കേറിരിക്ക്. വളരെ വാത്സല്യത്തോടെ നിർമ്മല വിളിച്ചതും ദേവുവിന് എതിർക്കാൻ തോന്നിയില്ല. അമ്മായി, എൻ്റെ കല്യാണം തീരുമാനിച്ചു. ആദ്യം ഇവിടെ തന്നെ വന്നു പറയണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതാ ഞാൻ തന്നെ വന്നത്. അവൾ നിർമ്മലയോട് പറയുന്നത് കേട്ടാണ് ഹരി ഇറങ്ങി വന്നത്. അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ കൊത്തിവലിക്കുന്നത് പോലെ തോന്നി അവന്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ കാണുന്നത്. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. ധാവണിയെടുത്തിരുന്നു. ആ കുഞ്ഞു പെണ്ണിൽ നിന്നും അവളിൽ നിന്ന് സാരി എടുക്കുന്ന വലിയൊരു പെണ്ണായി. ആ മാറ്റം അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പണ്ടൊരിക്കൽ പട്ടുപാവാടയിൽ നിന്നും ധാവണിയെടുത്ത് ദേവുവിനെ കാണാമെന്ന് ഹരി പറഞ്ഞപ്പോൾ അവൾ ഉണ്ടായ വഴക്ക് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്താ ഹരിയേട്ടാ ഇങ്ങനെ നോക്കുന്നത്? കുളക്കടവിൽ കാലിട്ട് വെള്ളത്തിൽ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കല്ലിനോട് ചേർന്നിരുന്ന് തന്നെ വീക്ഷിക്കുന്ന ഹരിയോട് ആയി അവൾ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല. ഞാൻ എൻ്റെ പെണ്ണിനെ കാണുകയായിരുന്നു. ദേവു, നാളെയല്ലേ നിന്റെ പിറന്നാൾ? അതല്ലോ. നാളത്തെ പിറന്നാളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? എൻ്റെ പെണ്ണിന് 18 വയസ്സാകും. അമ്മ പറഞ്ഞു ഞാൻ വലിയ കുട്ടിയായി എന്ന്. ഒരു കൊഞ്ചലോടെ അവൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു. ഇപ്പോൾ ഹരിയേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ ദേവു അനുസരിക്കുമോ? എന്താ ഹരിയേട്ടാ? ഈ പട്ടുപാവാട മാറ്റണം. ഇനി മുതൽ നീ ധാവണി എടുത്താൽ മതി. ഇന്നാ, ഇത് ഞാൻ വാങ്ങിയതാ നിനക്ക് വേണ്ടി. നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് ഉടുക്കണം എന്നും പറഞ്ഞ് ഒരു കവർ അവൾക്ക് നേരെ അവൻ നീട്ടി. അയ്യോ വേണ്ട ഹരിയേട്ടാ, എനിക്ക് ധാവണി ശരിയാകില്ല. ഞാൻ ഈ പട്ടുപാവാട തന്നെ ഇട്ടോളാം. വേണം, ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടൂല. മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ ദേവുവിന് സങ്കടം തോന്നി. അയ്യോ ഹരിയേട്ടാ, പിണങ്ങല്ലേ, ഞാൻ ഉടുത്തോളാം എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും ആ കവർ തട്ടിപ്പറിച്ച് അവൾ ഓടി. അന്നു മുതൽ അവൾ ധാവണിയായിരുന്നു ഉടുത്തിരുന്നത്. എന്നാൽ ഇന്ന് ആദ്യമായി സാരിയിൽ ദേവുവിനെ കണ്ടപ്പോൾ അവന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. മോളെ, നീ എന്താ ഈ പറയുന്നേ? നിന്റെ കല്യാണം ഉറപ്പിച്ചോ എന്നോ? നിർമ്മല ഒരു മറുചോദ്യം ചോദിച്ചപ്പോഴാണ് ഹരി ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. അതെ അമ്മായി, ആദ്യം വിളിക്കുന്നത് ഇവിടെയാണ്. അത്രയും പറഞ്ഞ് ഒരു കല്യാണക്കുറി എടുത്ത് നിർമ്മലയ്ക്ക് കൊടുത്തു. പിന്നെ ഹരിയുടെ അടുത്തേക്ക് അവൾ പതിയെ നടന്നു. ഹരിയേട്ടനും വേണം എൻ്റെ കല്യാണത്തിന്. അതത്രയും പറഞ്ഞ് അവനും ഒരു കുറി അവൾ നൽകി തിരിഞ്ഞു. നടക്കവേ ഹരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടത് എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നൽ അവനുണ്ടായി. അവൻ പതിയെ ഇറങ്ങി അവൾക്ക് അരികിലേക്ക് നടന്നു. ദേവു, അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ഓ, അപ്പം ഹരിയേട്ടന് എന്നെ ഓർമ്മയുണ്ട്. ഞാൻ കരുതി എന്നെ മറന്നു എന്ന്. ദേവു, എനിക്ക് അങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോ? അവൻ അത് പറയുമ്പോൾ നിറഞ്ഞു വരുന്ന മിഴികൾ അവൾ കാണാതെ ഇരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇല്ല എന്നായിരുന്നു ഞാനും വിശ്വസിച്ചിരുന്നത്. ദേവു, നീ ഈ കല്യാണത്തിന് പൂർണ്ണമായും സമ്മതിച്ചോ? സമ്മതിച്ചു. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഈ വിവാഹത്തിന് ഞാൻ ആഗ്രഹിച്ച, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുമായിട്ടാണ് എൻ്റെ വിവാഹം. അല്ലെങ്കിൽ തന്നെ ഹരിയേട്ടന് ഞാൻ ചേരില്ല. കേരളവും തമിഴ്നാടും ഒരുപോലെ ഉറ്റുനോക്കുന്ന വലിയ നാടാണ് ഹരിയേട്ടനൊപ്പം. വെറും 2 സിനിമകൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെ സമ്പാദിക്കാൻ കഴിഞ്ഞ വലിയ നടൻ. പക്ഷേ ഞാൻ ആരാ? പാവം ഒരു സ്കൂൾ ടീച്ചർ. ഞാൻ ഒരിക്കലും ഹരിയേട്ടന് ചേരില്ല. അല്ല, ഞാൻ എന്തിനാ ഇത് എല്ലാം പറയുന്നത്? ഹരിയേട്ടന് എന്നെ വേണ്ടല്ലോ. അപ്പോൾ ശരി ഹരിയേട്ടാ, നിൽക്കുന്നില്ല, പോകുക, കല്യാണത്തിന് വരണം. അത്രയും പറഞ്ഞ് അവൾ പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കല്യാണക്കുറി അവനെ പൊള്ളിക്കുന്നത് പോലെ തോന്നി അവന്. അവളെയും കല്യാണക്കുറിയിൽ മാറി മാറി നോക്കി അവൻ അത് തുറന്നു. ആ കുറി ദേവുവിൻ്റെ തൻ്റെ മാത്രം ദേവുട്ടിയുടെ പേരിനോട് ചേർന്നിരിക്കുന്ന ആളിൻ്റെ പേര് കണ്ടതും ഹരി തറച്ചു നിന്നു. ആദ്യ പകപ്പ് മാറിയപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു, ദേവുട്ടി.
അവൻ്റെ വിളി കേട്ടതും അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരിയോടെ ഒപ്പം കണ്ണുകളും നിറഞ്ഞു. അവൻ കാറ്റുപോലെ അവർക്കരികിലേക്ക് പാഞ്ഞ് അവളെ ഇറുകെ പുണർന്നു. അവളുടെ കവിളിലൂടെ ചുണ്ടുകളിൽ നെറ്റിയിലും അവൻ തുരുതുരാ ഉമ്മ വെച്ചു. എൻ്റെയാ, എൻ്റെ മാത്രമാ. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പതുക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹരിയുടെ പുറകെ ഇറങ്ങി വന്ന നിർമ്മലയും മിത്രയും ഇത് കാഴ്ച കണ്ട് സന്തോഷിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ അവളിൽ നിന്നും അകന്നു മാറി. കല്യാണക്കുറിയും അവളെയും മാറി മാറി നോക്കി അവളോട് അവൻ ചോദിച്ചു, ഏതാ ഇത്? എന്തിനാ വരൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് എഴുതിയിരിക്കുന്നത്? ആദ്യത്തെ സന്തോഷത്തിൽ നിന്നും അവൻ ദേഷ്യത്തിലേക്ക് പെട്ടെന്ന് വഴി മാറിയിരുന്നു. മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞ് ദേവു ഹരിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. എന്തിനാ ഹരിയേട്ട എന്നോട് ഇത്രയും കാലം? എന്തിനാ ഹരിയേട്ടൻ എന്നെ ഒറ്റയ്ക്ക്? അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുഴുമിക്കാൻ കഴിയുന്നില്ല. ഒക്കെ ഞാൻ അറിഞ്ഞു. ഇത്രയും കാലം ഈ ദേവുവിനെ ഒന്ന് കാണണമെന്നും തോന്നിയില്ലല്ലോ, ഒന്ന് മിണ്ടണം എന്ന് തോന്നിയില്ലല്ലോ. അവൾ അത് പറഞ്ഞപ്പോൾ അവൾ കൊടുക്കാൻ ഒരു ഉത്തരം അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ അവൻ പറഞ്ഞു തുടങ്ങി. പേടിയായിരുന്നു ദേവു എനിക്ക്. നിന്നെ ഒന്ന് കണ്ടാൽ, നിന്നോടൊന്ന് സംസാരിച്ചാൽ എൻ്റെ കൈവിട്ടു പോകും എന്ന് എനിക്ക് തോന്നി. ഒന്നിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു, മരണത്തിന് പോലും. അതുകൊണ്ടാ ഇതൊക്കെ ചെയ്തത്. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഹരി ഞെട്ടി. മിത്ര, നീയോ? സംശയം തീർക്കാൻ എന്ന വണ്ണം അവൻ വീണ്ടും ചോദിച്ചു. അതെ, ഞാൻ തന്നെ. എല്ലാം ഇവൾ അറിയണം എന്ന് എനിക്ക് തോന്നി. ശരിയല്ല ഹരി, ഇനി എന്തിനാ നിങ്ങൾ രണ്ടുപേരും നീറി ജീവിക്കുന്നത്? ഇവളെ എനിക്കറിയത്തില്ല. ഇവളെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. പക്ഷേ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും ഒരു രാത്രിയെങ്കിലും മദ്യത്തെ ആശ്രയിക്കാതെ നിനക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഊണിലും ഉറക്കത്തിലും ദേവു എന്ന ചിന്ത അല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവളെ നിനക്ക് ജീവനാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായി. ഒക്കെ ഇവളോട് പറയണമെന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് വാശി പിടിച്ച് ഞാൻ നിന്റെ കൂടെ നാട്ടിലേക്ക് വന്നത്. ഒരു ദിവസം രാവിലെ ഞാൻ നേരെ പോയത് അമ്പലത്തിലേക്കാണ്, ദേവുവിനെ കാണാൻ. മിത്ര ആ ദിവസം ഓർത്തെടുത്തു. തൊയ്തിറങ്ങുന്ന ദേവുവിന് വേണ്ടി മിത്ര ശിവകാവിൽ കാത്തുനിന്നു. ഹരി പറഞ്ഞ ദേവനെ ഒരുപാട് അറിയാം, ഫോട്ടോയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. ദേവനന്ദ അല്ലേ? ഒരു തുടക്കത്തിൽ എന്ന വണ്ണം മിത്ര ദേവുവിനോടായി ചോദിച്ചു. അതെ, ആരാ? എന്നെ ദേവനന്ദയ്ക്ക് അറിയില്ലായിരിക്കും. എൻ്റെ പേര് മിത്ര. ഞാൻ ദേവുവിനെ അറിയാവുന്ന ഒരാളുടെ കൂടെ വന്നതാണ്. ശ്രീഹരിയുടെ കൂടെ? അവൾ അത് പറഞ്ഞപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നവളെ ദേവുവിന് മനസ്സിലായി. ഓ, എനിക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞിരുന്നു ഹരിയേട്ടൻ്റെ പെണ്ണിനെ കുറിച്ച്. ഹരിയുടെ പെണ്ണോ? ഞാനോ? ഒരിക്കലുമല്ല. അതിനെക്കുറിച്ച് പറയാൻ കൂടിയാ ഞാനിപ്പോൾ ദേവുവിനെ കാണാൻ വന്നത്. എന്തു പറയാൻ? ദേവു നിങ്ങളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഹരിയുടെ പെണ്ണ് ഞാനല്ല. അത് ദേവു തന്നെയാണ്. ഹരിയുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും ദേവു മാത്രമാണ്. ഹരി നിന്നെ ഭ്രാന്തമായി പ്രണയിക്കുന്നു എന്ന് അല്ല, പ്രണയിച്ചിരുന്നു. അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി. ഞാനൊരു തർക്കത്തിനുമില്ല ദേവു. ഹരിക്ക് ദേവു എന്നാൽ ഭ്രാന്താണ് അന്നും ഇന്നും. നിങ്ങൾക്ക് എന്തറിയാം? ഞങ്ങളുടെ കല്യാണം വരെ ഉറപ്പിക്കാൻ തുടങ്ങിയതാ. അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ ഹരിയേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഹരിയേട്ടന് എന്നെ വേണ്ട എന്ന്. അതെ, അവൻ പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ 3 മാസം അതിൽ കൂടുതൽ ദേവു ജീവിച്ചിരിക്കില്ല എന്ന് ഒരു ജ്യോത്സ്യൻ നിർമ്മലയമ്മയോട് പറഞ്ഞു. അമ്മയും അമ്മാവനും പിന്നെ നിന്റെ ഹരിയേട്ടനും എല്ലാം അത് വിശ്വസിച്ചു. നിന്നെ നഷ്ടമാകുമോ എന്ന് പേടി കാരണം നിന്നെ ഉപേക്ഷിച്ചത്. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. ഈ നാട്ടിൽ വന്നാൽ വീണ്ടും നിന്നെ കാണേണ്ടി വരുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ബാംഗ്ലൂരിൽ വണ്ടി കയറിയത്. ബാംഗ്ലൂരിൽ അവൻ അറിയാവുന്ന ഏക സുഹൃത്ത് ഞാൻ മാത്രമായിരുന്നു. ഞാൻ അവന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ട് വഴി
അവന് സിനിമയിൽ അവസരം മേടിച്ചു കൊടുത്തു. പക്ഷേ അതിലൊന്നും അവന് സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ല. ആദ്യ സിനിമ വൻ വിജയമായി. അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ നിനക്ക്? അത് അവൻ്റെ വിജയമല്ല, ദേവുവിൻ്റെ വിജയമാണ് എന്ന്. ഒരു നടൻ ആകണമെന്ന് അവൻ്റെ ആഗ്രഹത്തെ മറ്റൊരാളെക്കാളും പ്രോത്സാഹിപ്പിച്ചത് വളർത്തിയതും ദേവുവായിരുന്നുവെന്ന്. നിന്റെ ഓരോ പിറന്നാളിനും സമ്മാനങ്ങൾ വാങ്ങിവെക്കും. നിനക്കായി ഒരുക്കിയ മായാലോകത്തിൽ അവൻ അങ്ങനെ ജീവിക്കുകയായിരുന്നു. നാട്ടിലേക്ക് വരാൻ അവര് പേടിയായിരുന്നു. നിന്നെ കണ്ടാൽ വീണ്ടും നിന്നോട് അടുക്കുമെന്ന് അവന് വിശ്വസിച്ചു. സത്യമാണോ ഈ പറയുന്നതെല്ലാം? ഇത്രയും കേട്ടപ്പോയേക്കും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. സത്യമാണ്. അവൻ്റെ അച്ഛൻ അമ്മയ്ക്കും എനിക്കും മാത്രം അറിയാവുന്ന സത്യങ്ങൾ. നല്ലൊരു സുഹൃത്തായി കണ്ട് അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞത് അന്നു മുതൽ അവൻ്റെ വിഷമത്തിലും ഞാൻ പങ്കുചേർന്നു. മദ്യത്തിൻ്റെ സഹായമില്ലാതെ ഒരു രാത്രി പോലും അവൻ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് മനസ്സിലായി, ദേവു എന്ന് വെച്ചാൽ അവന് ജീവനല്ല, ജീവൻ്റെ ജീവനാണെന്ന്. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്യണമെന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ ആ ജ്യോത്സ്യനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചു. അയാൾ ഫ്രോഡാണ്, വെറും ഫ്രോഡ്. എന്താ പറയുക, ഒരു സൈക്കോ. മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സൈക്കോ. അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പക്ഷേ ഞാൻ ഈ കാര്യം ഒന്നും ഹരിയോട് പറഞ്ഞില്ല. അവനെ കൂട്ടി നാട്ടിലേക്ക് വന്നു. എല്ലാം ഹരിയോടും അമ്മയോടും പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ഹരിയുടെ അമ്മയ്ക്ക് എന്തോ സന്തോഷമായി എന്ന് പറയുമോ? പക്ഷേ മിത്ര, എന്തിനാ എൻ്റെ അമ്മയോട് ഹരിയേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് നീ എന്ന് പറഞ്ഞത്? അത് എൻ്റെ ഒരു തമാശ. എല്ലാം എല്ലാവരും അറിയുന്നതിന് മുൻപ് ഒരു കുഞ്ഞു തമാശ. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ദേവും ഹരിയെ പോലെ തന്നെ അവനു വേണ്ടി കാത്തിരിക്കുവാണ് എന്ന്. നിങ്ങൾ ഒന്നു ചേരേണ്ടവർ തന്നെയാണ്. ആരെക്കൊണ്ടും പിരിയിക്കാൻ കഴിയില്ല നിങ്ങളെ. ചിലപ്പോൾ ഇതിനൊക്കെ ഞാനൊരു നിമിത്തമായത് ആയിരിക്കും. എന്നാൽ എൻ്റെ ഹരിയേട്ടൻ എല്ലാം വിശ്വസിച്ച് എന്നെ വേണ്ടാന്ന് വെച്ചില്ലേ? എനിക്കിപ്പോൾ കാണണം ഹരിയേട്ടനെ. എൻ്റെ ഹരിയേട്ടനെ തന്നെ ഇത്ര കാലം പറ്റിച്ചില്ലേ? അതിന് പണി നമുക്ക് ഹരിക്ക് കൊടുക്കണം. എന്നിട്ടു മതി അവനെ കാണുന്നത്. ഒരു തമാശ പോലെ മിത്ര അത് പറഞ്ഞതും ആദ്യം ദേവു അതിന് സമ്മതിച്ചില്ല. പിന്നെ മിത്രയുടെ വാശിക്ക് മുന്നിൽ മടങ്ങി. എന്തു പണി? പിന്നെ നടന്നതാണ് നിങ്ങളെല്ലാവരും കണ്ടത്. ദേവു കല്യാണക്കുറി കൊണ്ട് കയറി വന്നപ്പോൾ തന്നെ ഹരിക്കുണ്ടായ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതാ. നാട്ടിൽ വന്നിട്ടും ഈ മുറിയിൽ നിന്നും അവൻ പുറത്തേക്ക് പോയിട്ടില്ല. പേടിയാണ്. എവിടെയെങ്കിലും വെച്ച് നിന്നെ കണ്ടാലോ ആ പഴയ നീയായി മാറി പോകും എന്ന് ഭദ്രമായ പേടി. ഞാൻ എല്ലാ കാര്യങ്ങളും നിർമ്മല അമ്മയോട് പറഞ്ഞു. എല്ലാം അറിഞ്ഞപ്പോൾ അമ്മ കൂടി ചേർന്നാണ് ഇങ്ങനെ ഒരു പണി ഹരിക്ക് തന്നത്. സന്തോഷപൂർവമായ ജീവിതത്തിന് മുൻപുള്ള കൊച്ചു സങ്കടം. മിത്ര അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹരി ദേവുവിനെ ഇറുകെ പുണർന്നിരുന്നു. മതി ഇവിടെ നിന്ന് സ്നേഹപ്രകടനം കാണിച്ചത്. രണ്ടുപേരും അകത്തേക്ക് കയറി. നിർമ്മല പറഞ്ഞപ്പോൾ രണ്ടുപേരും ചമ്മിയ മുഖത്തോടെ അകത്തേക്ക് കയറി. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ഇരു വീട്ടുകാരുടെയും ഇഷ്ടപ്രകാരം കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. ആയിരക്കണക്കിന് ആരാധകരുള്ള ഹരിയുടെ കല്യാണം ആരും അറിയാതെ അമ്പലത്തിൽ വെച്ച് നടത്താൻ വളരെ പാടുപെട്ടിരുന്നു. അമ്പലത്തിലെ മുൻവശത്ത് പന്തലിൽ 2 കല്യാണം ഒരേ സമയം നടത്താൻ തീരുമാനിച്ചു. ഈ 2 കല്യാണം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ കല്യാണം ആരുടെയാണെന്ന് മനസ്സിലായോ? അതുതന്നെ ആകാശിൻ്റെയും ദേവുവിൻ്റെയും അനിയത്തി ദേവിയുടെയും. ആകാശ് കണ്ട് ഇഷ്ടപ്പെട്ടതും പെണ്ണ് ചോദിച്ചതും ദേവിയെയാണ്. മുഹൂർത്തം ആകാറായി. മക്കൾ ഇറങ്ങുന്നില്ലേ? ഉമ്മറത്ത് നിന്നും ദേവിയുടെയും ദേവുവിൻ്റെയും അച്ഛൻ വിളിച്ചു പറഞ്ഞു. ഇരുവരും ഉമ്മറത്തേക്ക് വന്നു. റെഡ് കളറിൽ പഞ്ചാബി മോഡൽ പിടിപ്പിച്ച സാരിയാണ് രണ്ടുപേരും ധരിച്ചിരിക്കുന്നത്. അതിനു മാച്ചാകുന്ന രീതിയിലുള്ള സിമ്പിൾ ഓർണമെൻറ്റ്സും. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹരി അവൻ്റെ കൈകളാൽ ആലിലത്താലി അവളുടെ കഴുത്തിൽ ചാർത്തി. സിന്ദൂരച്ചപ്പിൽ നിന്നും ഒരു നുള്ള് സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ പകർത്തി അവൻ ചുവപ്പിച്ചു. ഒടുവിൽ അഗ്നിസാക്ഷിയായി 3 തവണ വലം വെച്ച് അവൻ അവളെ പൂർണ്ണമായും അവൻ്റെ പാതിയാക്കി. 2 കല്യാണത്തിനും വീട്ടിൽ ആർക്കും എതിർപ്പില്ലായിരുന്നു. അങ്ങനെ 2 പേരുടെയും കല്യാണം ഒരേ പന്തലിൽ വെച്ച് നടന്നു.
മിത്രൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിലെ തിരക്കിൽ നിന്നും കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു. മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയത്തിലും ഹരിയുടെ കല്യാണം ആഘോഷിച്ചു. ഹരിയുടെ ജീവൻ പാതിയായി ദേവുവും ആകാശിൻ്റെ ജീവൻ പാതിയായി ദേവിയും മാറി. ഇരുവരുടെയും വീടുകളിൽ അവർക്കായുള്ള മണിയറ ഒരുങ്ങി. ഒരു ഗ്ലാസ് പാലുമായി മുറിയിലേക്ക് കയറി ചെന്ന ദേവുവിനെ കാത്ത് ഒരു കള്ളച്ചിരിയോടെ ഹരി ഇരിപ്പുണ്ടായിരുന്നു. അവൾ പതിയെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് തൊട്ടടുത്തിരിക്കുന്ന ടേബിളിൽ വെക്കുന്നത് കണ്ടതും ഹരി ഒന്നും കൂടി ബെഡ്ഷീറ്റ് നേരെയാക്കി അവളെ നോക്കി. അവൾ പതിയെ നടന്ന് അവനെ അഭിമുഖമാക്കി നിന്നു. അവൻ ഒരു കള്ളച്ചിരിയോടെ നിന്നതും അവൾ പതിയെ ചെരിഞ്ഞ് ബെഡ്ഷീറ്റിൻ്റെ തലയിണയും എടുത്ത് നിലത്തേക്ക് വിരിച്ചു കിടന്നു. നീ എന്താ നിലത്ത് കിടക്കണേ? കട്ടിൽ കയറി കിടക്കടി. അവൾ നിലത്ത് കിടക്കുന്നത് കണ്ടതും അവൻ അവളോട് പറഞ്ഞു, തന്നെ അങ്ങ് കിടന്നാ മതി. എൻ്റെ ദേഹത്ത് വല്ലതും തൊടാൻ വന്നാൽ നിങ്ങളെ ഞാൻ ഉണ്ട തീറ്റിക്കും. കഴിഞ്ഞ 3 വർഷം നിങ്ങൾ എന്നോട് കാണിച്ചതിന് ഇത്രയെങ്കിലും ഞാൻ തിരിച്ചു കാണിച്ചില്ലെങ്കിൽ അത് ശരിയാകില്ല. പിന്നെ നിന്നെ എന്തിനാടി ഉപ്പിലിട്ട് വെക്കാനോ? ഞാൻ നിന്നോട് ചെയ്തതിന് അല്ലേ നീ എന്നെ തല്ലിയത്? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ മോളൂസേ? മിണ്ടിപ്പോകരുത്. കൂടുതൽ മിണ്ടിയാൽ ഇത് നിങ്ങളുടെ അവസാന രാത്രിയാവും. പ്രേമിച്ച പെണ്ണിനെ തന്നെ കെട്ടിയിട്ടും ആദ്യരാത്രി ചീറ്റിപ്പോയ ആദ്യത്തെ ആൾ ഞാനായിരിക്കും. അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണ്. ലൈറ്റ് നിർത്ത് മനുഷ്യ, എനിക്ക് ഉറങ്ങണം. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു. അപ്പോൾ ലൈറ്റ് നിർത്തി ഹരിയും കിടന്നു. ഇവിടുത്തെ ആദ്യരാത്രി ചീറ്റിപ്പോയെങ്കിലും ദേവിയും ആകാശും ആദ്യരാത്രി അടിച്ചു പൊളിച്ചു. വേനലും വസന്തവും വീണ്ടും മാറി മാറി വന്നു. ഒന്നിനും അവരുടെ പ്രണയത്തെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞില്ല. 6 വർഷങ്ങൾക്ക് ശേഷം ഉമ്മറത്തിൽ വന്ന് നിൽക്കുന്ന വണ്ടിയുടെ ശബ്ദം കേട്ട് 4 വയസ്സുകാരൻ വൃദ്ധൻ ഓടി വന്നു. അച്ഛാ, എവിടെയായിരുന്നു? എത്ര നേരായി മോന് കാത്തിരിക്കുന്നു. ആണോടാ ചക്കരെ? ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ബാക്ക് സീറ്റിൽ ഉണ്ടായിരുന്ന കവറുകളും കയ്യിലെടുത്ത് വൃദ്ധനെ വാരിപ്പുണർന്നുകൊണ്ട് ഹരി ചോദിച്ചു, ആ വന്നോ? ഞാൻ ഓർത്തു ഈ ഓണത്തിന് ഞാനും മോനും മാത്രമേ കാണുള്ളൂ എന്ന്. ഉമ്മറത്തായി വന്ന് നിന്നുകൊണ്ട് കൈകൊട്ടി പരിഭവം പറയുന്നവളെ കണ്ടതും ഹരി ചിരി വന്നു. ഡി ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു സിനിമാ നടനാ. എനിക്ക് തിരക്കുണ്ടാകും. ഓ, ഒരു സിനിമാ നടൻ. എന്താടി എനിക്കൊരു കുഴപ്പം? അതും പറഞ്ഞ് വൃദ്ധനെ താഴെ നിർത്തി ദേവുവിൻ്റെ ഉടുപ്പിലൂടെ കൈയിട്ട് അവളെ അവൻ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അകത്തു നിന്നും ആകാശും ദേവിയും ഇറങ്ങി വന്നിരുന്നു. ഓ, നിങ്ങൾ തുടങ്ങിയോ? ദേവി ഒരു ചിരിയോടെ പറഞ്ഞതും അവൻ പരസ്പരം അകന്നു നിന്നു. അളിയ, ആദ്യം നീ ഒന്ന് അകത്ത് കയറ്, എന്നിട്ട് ബാക്കി. ആകാശ് കൂടി അത് പറഞ്ഞപ്പോൾ ഹരിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന കവറും വാങ്ങി ദേവു അകത്തേക്ക് കയറിപ്പോയി. ഒന്ന് പോ അളിയ. പിന്നെ അളിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോണം. ഡോക്ടറെ കാണണമെന്ന്. വൈകിട്ട് എല്ലാം ശരിയാകും അളിയ. പ്രതീക്ഷയെല്ലാം പോയതാ. എന്നാലും ആരടാ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ ആഗ്രഹിക്കാത്തത്? കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇന്നോളം കാണാത്ത ഡോക്ടറില്ല. നിനക്കറിയാവുന്നതല്ലേ? ആകാശിൻ്റെ മുഖത്ത് നിന്നും ചിരി മാഞ്ഞു പോകുന്നത് കണ്ടതും ഹരി വിഷയം മാറ്റാൻ ഒരു ശ്രമം നടത്തി നോക്കി. ഡാ അളിയ, നിന്റെ അമ്മ എന്തു പറയുന്നു? അമ്മ എന്തു പറയാൻ? സുഖമായിട്ടിരിക്കുന്നു. അതെ, അവിടെ നിന്ന് കറങ്ങാതെ അകത്തേക്ക് വാ. ഉള്ളിൽ നിന്നും ദേവ് വിളിച്ചതും ഒരു ചിരിയോടെ അളിയൻ അകത്തേക്ക് കയറി. ജീവിച്ചു തീർക്കാൻ ഒരു ജീവിതം ബാക്കിയാണ് അവർക്ക്. പ്രണയം ജീവിതത്തിൻ്റെ കയ്പും മധുരവും കൂടി ചേർന്ന യാത്ര.